ഹല്ലേലൂയ. ഈ സങ്കീർത്തനത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. 22-ാം സങ്കീർത്തനം ഒരു മശീഹയിക സങ്കീർത്തനമാണ്. നമുക്കെല്ലാവർക്കും അറിയാം, ദാവീദിൻ്റെ കഷ്ടാനുഭവ വേളയിൽ ദൈവസന്നിധിയിൽ പാടിയ ഒരു സങ്കീർത്തനമാണ്. പക്ഷേ അത് ദാവീദിൻ്റെ അനുഭവമായിട്ട് പാടിയെങ്കിലും യേശു ക്രിസ്തു അനുഭവിക്കാൻ പോകുന്ന കഷ്ടങ്ങളെ ആത്മാവിൽ കണ്ടുകൊണ്ട് പാടിയതാണ്. ഒരു തരത്തിൽ ദാവീദിൻ്റെ ജീവിതത്തിൽ വന്ന വേദനകൾ പറഞ്ഞുവെങ്കിലും അത് യേശു ക്രിസ്തു അനുഭവിക്കുവാൻ പോകുന്ന കഷ്ടാനുഭവങ്ങളെക്കുറിച്ചാണ് അവിടെ നമുക്ക് കാണുവാൻ വേണ്ടി കഴിയുന്നത്. 22-ാം സങ്കീർത്തനം നമുക്ക് ആടുകളുടെ വലിയ ഇടയനെക്കുറിച്ച് നമുക്ക് കാണുവാൻ വേണ്ടി കഴിയും. ജീവൻ കൊടുത്ത ഇടയനെക്കുറിച്ച് 23-ൽ പുനരുത്ഥാനം ചെയ്ത വലിയ ഇടയനെക്കുറിച്ച് കാണുവാൻ വേണ്ടി കഴിയും. 24-ൽ ശ്രേഷ്ഠ ഇടയനെക്കുറിച്ച് നമുക്ക് കാണുവാൻ വേണ്ടി കഴിയും. ഈ 22 സങ്കീർത്തനം നമ്മൾ വായിക്കുമ്പോൾ നമ്മുടെ വാഴ്ത്തപ്പെട്ടവനായ യേശു ക്രിസ്തു അനുഭവിക്കാൻ പോകുന്ന കഷ്ടാനുഭവങ്ങളെ സ്തോത്ര യേശു ഈ ഭൂമിയിൽ വരുന്നതിനും വർഷങ്ങൾക്ക് മുമ്പേ അനുഭവിച്ചതാണ് നമുക്ക് കാണുവാൻ വേണ്ടി കഴിയുന്നത്. 22-ാം സങ്കീർത്തനത്തിൻ്റെ 1-ാം വാക്യം നമ്മൾ വായിക്കുമ്പോൾ കാണുവാൻ വേണ്ടി കഴിയുന്ന എൻ്റെ ദൈവമേ നീ എന്നെ കൈവിട്ടതെന്ത്. എൻ്റെ ദൈവമേ നീ എന്നെ കൈവിട്ടതെന്ത്. ലോകത്തിൽ ആര് നമ്മളെ കൈവിട്ടാലും നമുക്ക് പേടിക്കാനില്ല. ലോകത്തിൽ ആര് നമ്മളെ ഉപേക്ഷിച്ചാലും നമുക്ക് പേടിക്കാനില്ല. ലോകത്തിൽ ആര് നമ്മുടെ മുമ്പിൽ മുഖം മറച്ചാലും നമുക്ക് പേടിക്കാനില്ല. ലോകത്തിൽ ആര് നമ്മളോട് പിണങ്ങിയാലും നമുക്ക് പേടിപ്പാനില്ല. പക്ഷെ ദൈവം പിണങ്ങിയാൽ, ദൈവം ഉപേക്ഷിച്ചാൽ, ദൈവം കൈവിട്ടാൽ നമ്മൾ ചിന്തിക്കേണ്ടതായിരിക്കുന്നു. ദൈവം കൈവിട്ടവനെ ലോകത്തിൽ ആർക്കും ഏറ്റെടുക്കാൻ പറ്റത്തില്ല. ദൈവം കൈവിട്ടവനെ ലോകത്തിൽ ആർക്കും ചേർത്ത് നിർത്താൻ പറ്റത്തില്ല. ദൈവം കൈവിട്ടവരെ ലോകത്തിൽ ആർക്കും രക്ഷിക്കാൻ പറ്റത്തില്ല. പക്ഷേ നമ്മളെ സ്നേഹിക്കുന്നവർ, നമ്മുടെ കുടുംബത്തിലുള്ളവർ, നമ്മുടെ പ്രിയപ്പെട്ടവർ നമ്മളെ കൈവിട്ടാലും മുഖം മറച്ചാലും ഉപേക്ഷിച്ചാലും ദൈവം നമ്മുടെ കൂടെ ഉള്ളിടത്തോളം കാലം നമ്മൾ പേടിക്കണ്ട. സ്വർഗത്തിലെ കർത്താവ്. ചിലർ നമ്മളെ കൈവിട്ടാലേ ചിലയിടത്ത് നമ്മൾ ചേർക്കപ്പെടാത്തുള്ളൂ. ചിലർ നമ്മുടെ മുഖത്ത് നോക്കി നമ്മളെ എന്തെങ്കിലും പറഞ്ഞാൽ ചിലർ നല്ല വാക്കുകളുമായി നമ്മുടെ അരികിൽ വരത്തുള്ളൂ. ചിലർ നമ്മളെ എഴുതി തള്ളി ഇറക്കി വിട്ടാലേ ചിലയിടത്ത് ദൈവം നമ്മളെ ചേർക്കത്തുള്ളൂ. ഇന്നു പകൽ ലോകം നിന്നെ വിടക്കെന്നെണ്ണി എഴുതി തള്ളുമ്പോൾ ദൈവം നിന്നെ ചേർക്കാൻ വേണ്ടി നിൽക്കുകയാണ്. ഹല്ലേലൂയ. അതുകൊണ്ട് നമ്മൾ ഇന്ന് പകൽക്കാലം ഞാൻ ഒരു കാര്യം വ്യക്തമായി പറയാം. സ്വർഗത്തിലെ ദൈവം നമ്മളെ കൂടെ ഉള്ളിടത്തോളം കാലം നമ്മൾ ഭയപ്പെടണ്ട. ദൈവം നമ്മുടെ കൂടെ ഇരിക്കുന്നിടത്തോളം കാലം നമ്മൾ പേടിക്കണ്ട. ദൈവം നമ്മുടെ കൂടെ ഇരിക്കുന്നിടത്തോളം കാലം നമ്മൾ നിരാശപ്പെടണ്ട. കാരണം ലോകത്തിലുള്ളവരെക്കാൾ വലിയവനാണ് നമ്മുടെ കൂടെ ഉള്ളത്. പ്രൈസ് ദി ലോർഡ്. 22-ാം സങ്കീർത്തനം നമ്മൾ വായിക്കുമ്പോൾ സ്തോത്രം, ദാവീദിൻ്റെ നേർക്ക് വന്ന സംഗതികൾ എന്തൊക്കെയെന്നറിയാമോ? സാധാരണ സംഭവങ്ങളൊന്നുമല്ല ദാവീദിൻ്റെ നേർക്ക് വന്നത്. ദാവീദിൻ്റെ നേർക്ക് വന്നത് സാധാരണ വ്യക്തികളുമല്ല, സാധാരണ ശക്തികളുമല്ല. ഭയപ്പെടുത്തുന്ന പലതുമാണ് ദാവീദിൻ്റെ നേർക്ക് വന്ന്. 12-ാം വാക്യം വായിക്കുമ്പോൾ അനേകം കാളകൾ എന്നെ വളഞ്ഞു. അല്ലേ, അനേകം കാളകൾ. സ്തോത്രം. ഒരു സാധു മനുഷ്യനെ ഒരു കാളയല്ല വളഞ്ഞത്, അനേകം കാളകൾ. കാളയുടെ കയ്യിൽ കിട്ടിയാൽ അറിയാമല്ലോ. ഒരു കാളയല്ല ദാവീദിനെ വളഞ്ഞത്, അനേകം കാളകൾ എന്നെ വളഞ്ഞു. അടുത്ത് ബാശാൻ കൂറ്റന്മാർ എന്നെ ചുറ്റി. ബാശാൻ കൂട്ടങ്ങൾ എന്നെ ചുറ്റി. തീർന്നില്ല. അടുത്ത് 13-ാം വാക്യം വായിക്കുമ്പോൾ എന്തോ സിംഹം. ഹല്ലേലൂയ. ആ വാക്യത്തിൽ നമുക്ക് കാണുവാൻ വേണ്ടി കഴിയുന്നു. അലറുന്ന സിംഹം. ആരാ? അലറുന്ന സിംഹം. പൈശാചികൻ പ്രത്യക്ഷമായിട്ട് ഒരു സാധാ മനുഷ്യൻ്റെ നേരെ വന്നു. ഇവിടുത്തെ ഏതൊക്കെ ശക്തികൾ വന്നാലും പറഞ്ഞു നിർത്താം, നമുക്ക് ഉപദേശിച്ച് നിർത്താം, നമുക്ക് എന്തെങ്കിലും ചെയ്തു നിർത്താം. പക്ഷേ പിശാച് പ്രത്യക്ഷമായി നമ്മുടെ നേർക്ക് വന്നാൽ നമ്മൾക്ക്
പിടിച്ചു നിൽക്കാൻ പറ്റാത്ത അവസ്ഥയാകും. പക്ഷെ ലോകത്തിലുള്ളവരെക്കാൾ വലിയവൻ നിൻ്റെ കൂടെ ഉണ്ടെങ്കിൽ പൈശാചികൻ പ്രത്യക്ഷമായി വന്നാലും നീ പേടിക്കേണ്ട കാര്യമില്ല. ആമേൻ, സ്തോത്രം. 12-ാം വാക്യത്തിൽ കാളകൾ ബാശാൻ കൂറ്റം, പ്രൈസലോ, യഹൂദ ജനത്തെയാണ് കാണിക്കുന്നത്. ആമേൻ, സ്തോത്രം, ഹല്ലേലൂയ. ആമേൻ. അലറുന്ന സിംഹം ആരെയെന്ന് ചോദിച്ചാൽ സാത്താനെയാണ് കാണിക്കുന്നത്. ഹല്ലേലൂയ. പത്രോസിൻ്റെ ലേഖനം നമ്മൾ പഠിക്കുമ്പോൾ അവൻ അലറുന്ന സിംഹം എന്ന പോലെ ആരെ വിഴുങ്ങേണ്ടു എന്ന് ആമേൻ ചുറ്റി നടക്കുന്നു. അടുത്ത് നമ്മൾ വായിക്കുമ്പോൾ അതിൻ്റെ 16-ാം വാക്യം നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് കാണുവാൻ വേണ്ടി കഴിയുന്നു. വായിച്ചാട്ടെ. നായ്ക്കൾ എന്നെ വളഞ്ഞു. നായ്ക്കൾ, ഹല്ലേലൂയ, നായ്ക്കൾ എന്നെ വളഞ്ഞു. ആമേൻ. ദുഷ്ടന്മാരുടെ കൂട്ടം, റോമൻ സൈന്യം, ഇതൊക്കെയാണ് നായ്ക്കളെക്കുറിച്ച് കാണുവാൻ വേണ്ടി കഴിയുന്നത്. യേശു കർത്താവ് തന്നെ പറഞ്ഞല്ലോ. ആമേൻ, സ്തോത്രം. ആ കുറുക്കനോട് പോയി പറഞ്ഞേരെ, ഞാൻ ഇന്നും നാളെയും, ആമേൻ, സ്തോത്രം, നായ്ക്കളും കുറുക്കന്മാരും എല്ലാം വിശുദ്ധ വേദപുസ്തകത്തിൻ്റെ അടിസ്ഥാനത്തിൽ നോക്കുമ്പോൾ യഹൂദ ജനത്തെയും യഹൂദന്മാരുടെ അധികാരികളെയും, ആമേൻ, സ്തോത്രം, റോമൻ ഭരണാധികാരികളെയുമാണ് കാണിക്കുന്നത്. ആമേൻ. അവർ വളഞ്ഞു. എന്നിട്ടും ദാവീദ്, ആമേൻ, ഭയപ്പെട്ടില്ല എന്നതാണ് മറ്റൊരു സംഭവം. അതിൻ്റെ 21-ാം വാക്യം നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് കാണുവാൻ വേണ്ടി കഴിയുന്നു. ഒന്ന് വായിച്ചാട്ടെ. സിംഹത്തിൻ്റെ വായിൽ നിന്ന് തന്നെ രക്ഷിക്കണമേ, കാട്ടുപോത്തുകളുടെ കൊമ്പുകൾ. കാട്ടുപോത്ത്, അല്ലെങ്കിൽ സാധാ പോത്തല്ല, കാട്ടുപോത്ത്. ഇത്രയും സംഗതികളാണ് ഒരു വ്യക്തി ആരെയാ വളഞ്ഞത്. അതിൻ്റെ 6-ാം വാക്യം നമ്മൾ വായിക്കുമ്പോൾ ഒന്ന് വായിച്ചേ. ഞാനോ മനുഷ്യനല്ല, ഒരു കൃമിയത്രേ. ഒരു കൃമിയുടെ നേരെയാണ് ഈ സാധനങ്ങളെല്ലാം പാഞ്ഞടുത്തത്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ആമേൻ, സ്തോത്രം. ഒരു കൃമിയാകുന്ന, അല്ലെങ്കിൽ ഒരു കൃമിയെപ്പോലെ ഇരിക്കുന്ന, എടുത്തു പറയാൻ വലിയ ക്വാളിറ്റിയും ഒന്നുമില്ലാത്ത ഒരു സാധാ വ്യക്തിയുടെ നേർക്കാണ് ഭാഷാങ്കുറ്റങ്ങൾ അടുത്തത്. അവൻ്റെ നേർക്കാണ് സിംഹം അടുത്തത്. അവൻ്റെ നേർക്കാണ് നായ്ക്കൾ അടുത്തത്. അവൻ്റെ നേർക്കാണ് കാട്ടുപോത്ത് വന്നത്. ഹല്ലേലൂയ. ഈ ശക്തികളെല്ലാം വന്നത് ആരെ നേർക്കാണ്? ഒരു സാധാ മനുഷ്യൻ്റെ. ഇത് അക്ഷരാർത്ഥത്തിൽ, ആമേൻ, സ്തോത്രം, ശരിയാണെന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ വേണ്ടി യേശുവിൻ്റെ അനുഭവം നമ്മൾ എടുത്താൽ മതി. യേശു കർത്താവ് ഈ ഭൂമിയിൽ വന്ന് 33.5 തിരുവയസ്സു വരെ ജീവിച്ചു. 3.5 വർഷം പരസ്യ ശുശ്രൂഷ ചെയ്തു. നാടെങ്ങും നന്മ ചെയ്തു, അത്ഭുതങ്ങൾ ചെയ്തു. കുരുടന് കാഴ്ച കൊടുത്തു, മുടന്തനെ നടത്തിപ്പിച്ചു, ആമേ, കുഷ്ഠരോഗിയെ ശുദ്ധമാക്കി, മരിച്ചവരെ ഉയർപ്പിച്ചു, ആമേ, 5 അപ്പം കൊണ്ട് 5000 പേരെ പോഷിപ്പിച്ചു. വെള്ളത്തിൻ്റെ മീതെ നടന്നു. കാനാവിലെ കല്യാണ വീട്ടിലെ പോരായ്മകൾ പരിഹരിച്ചു. ആമേ, മരിച്ച് നാറ്റം വെച്ച് 4 നാളായ ലാസറിനെ യേശു കർത്താവ് വിളിച്ച് പച്ചയ്ക്ക് പുറത്തെടുത്തു. ഇങ്ങനെ അത്ഭുതങ്ങളുടെ ഒരു ഘോഷയാത്രയായിരുന്നു. യേശു ദൈവമാകുവാൻ വേണ്ടി അത്ഭുതങ്ങൾ ചെയ്തവനല്ല. യേശു കർത്താവ് ദൈവമാകുവാൻ വേണ്ടി അത്ഭുതം ചെയ്തതല്ല. യേശു കർത്താവ് അത്ഭുതം ചെയ്തത് ദൈവമായിരുന്നത് കൊണ്ടാണ്. ഹല്ലേലൂയ. ഇവിടെ പലരും അത്ഭുതങ്ങൾ കാണിക്കുന്നത്, ഇവിടെ ചില മാൽ പ്രാക്ടീസുകൾ, മാജിക്കുകൾ കാണിക്കുന്നത്, ആമേൻ, ദൈവമാകാൻ വേണ്ടിയാണ്. യേശു കർത്താവ് 5 അപ്പം കൊണ്ട് 5000 പേരെ പോഷിപ്പിച്ചത്, പച്ചവെള്ളത്തെ വീഞ്ഞാക്കിയത്, കടലിനു മീതെ നടന്നത്, അതുപോലെ മരിച്ചവരെ ഉയർപ്പിച്ചത്, കുഷ്ഠരോഗിയെ സൗഖ്യമാക്കിയത്, കുരുടന് കാഴ്ച കൊടുത്തത്, മുടന്തനെ നടത്തിപ്പിച്ചതൊന്നും ദൈവമാകാൻ വേണ്ടിയല്ല. എല്ലാവർക്കും ചെയ്തിട്ട്, ആമേ, അവരെ അമർച്ച ചെയ്തു. ആരോടും പറയരുതെന്ന്, പബ്ലിസിറ്റി ചെയ്യരുതെന്ന്, നോട്ടീസ് അടിക്കരുതെന്ന്, ആമേ, നീ ദൈവത്തിന് വേണ്ടി ജീവിക്കാൻ പറഞ്ഞ് അവരൊക്കെ അത്ഭുതം ചെയ്തിട്ട്, അവർക്കൊക്കെ അത്ഭുതം കൊടുത്തിട്ട് യേശു കർത്താവ് അവരെ വായെ പൊത്തി, ആരോടും പറയരുത്. എന്നാൽ ഇന്ന് നമുക്ക് പലതുമാ കാണുവാൻ വേണ്ടി കഴിയുന്നത്. ഹല്ലേലൂയ. കാരണം എന്തെന്നറിയാം? ദൈവത്തിന്
ദൈവത്തിന് തന്നെ, യേശുവിന് തന്നെ ഉറപ്പുണ്ടായിരുന്നു, ഞാൻ ദൈവത്തിൻ്റെ ഏകജാതനായ പുത്രനാണ്. കാരണം അവൻ ജഡത്തിൽ വെളിപ്പെട്ടവനാണ്, ആത്മാവിൽ നീതീകരിക്കപ്പെട്ടവനാണ്, ദൂതന്മാർക്ക് പ്രത്യക്ഷനായവനാണ്, ജാതികളുടെ ഇടയിൽ പ്രസംഗിക്കപ്പെട്ടവനാണ്, ലോകത്തിൽ വിശ്വസിക്കപ്പെട്ടവനാണ്, തേജസ്സിൽ എടുക്കപ്പെട്ടവനാണ്. ആ യേശു കർത്താവിന് ഒരു സംശയവുമില്ലായിരുന്നു. യേശു കർത്താവിന് അറിയാമായിരുന്നു, ഞാൻ സ്വർഗത്തിൽ നിന്നിറങ്ങി വന്നവനാണ്, എന്നെ അയച്ചത് അത്ഭുതങ്ങളും അടയാളങ്ങളും മാത്രം പ്രവർത്തിക്കാനല്ല, മാനവകുലത്തിനു വേണ്ടി ജീവൻ കൊടുക്കുവാൻ വേണ്ടിയാ. യേശു കർത്താവ് മാനവകുലത്തിനു വേണ്ടി ഇറങ്ങി വന്നത്. ഇവിടെ കുറച്ച് മേൽ പ്രാക്ടീസും മാജിക്കും കൺകെട്ടും അതുപോലെ അത്ഭുതങ്ങളും അടയാളങ്ങളും കാണിച്ച് കുറെ പേരെ കൂട്ടി നേതാവാകുവാൻ വേണ്ടി അല്ല യേശു കർത്താവ് ഇവിടെ വന്നത്. ഹല്ലേലൂയ. എന്നാൽ യേശുവിനെ ഇവിടെ ആരും പിടിക്കത്തില്ലായിരുന്നു. ഇവിടുത്തെ ഏറ്റവും വലിയ നേതാവ് യേശു ആയേനെ. യേശുവിൻ്റെ രാജ്യം ഐഹികമല്ല. യേശു കർത്താവ് ആമേൻ സ്തോത്രം ഇവിടെ വന്നത് ഇവിടെ ഒരു രാജ്യം സ്ഥാപിക്കാനല്ല, ഇവിടെ നേതാവാകുവാനല്ല, ഇവിടെ ആമേൻ സ്തോത്രം കുറച്ചു പേരുടെ ആമേൻ നേതാവായി വിലസുവാനല്ല. യേശു ഇവിടെ വന്നത് മാനവകുലത്തിനു വേണ്ടി മരിക്കുവാൻ വേണ്ടിയാ. ലോകത്തിനു വേണ്ടി മരിക്കാൻ ഈ ഭൂമിയിൽ വന്ന ഒരുവനേ ഉള്ളൂ. ലോകത്തിനു വേണ്ടി മരിക്കാൻ വന്ന ഒരേ ഒരു വ്യക്തിയേ ഉള്ളൂ. അത് ഞാൻ പ്രസംഗിക്കുന്ന യേശുവാണ്. മറ്റെല്ലാവരും മറ്റുള്ളവരെ ജീവൻ എടുക്കുവാനോ അവരുടെ സാമ്രാജ്യങ്ങൾ കെട്ടിപ്പടുത്തുവാനും വന്നപ്പോൾ യേശു കർത്താവ് ഈ ലോകത്തിൽ വന്നത് ലോകത്തിനു വേണ്ടി മരിക്കാനാണ്. കുഞ്ഞേ, മാതാവേ, പിതാവേ, സഹോദര, പ്രിയരെ, ഒരു കാര്യം ഞാൻ വ്യക്തമായി പറയാം. ലോകത്തിനു വേണ്ടി മരിക്കാൻ വന്ന ഒരേ ഒരുവനേ ഉള്ളൂ, അത് യേശു ക്രിസ്തുവാണ്. ആമേ, ലോകത്തിനു വേണ്ടി പാപത്തിൽ കിടക്കുന്നവർക്ക് വേണ്ടി മരിക്കുവാൻ വന്നത്. ഹല്ലേലൂയ. അതുകൊണ്ടല്ലേ ആമേ ഫിലിപ്പിയ ലേഖനം പറയുന്നത്, ഫിലിപ്പിയ ലേഖനം 2-ാം അധ്യായത്തിൽ അതിൻ്റെ 4 മുതൽ നമ്മൾ വായിക്കുമ്പോൾ 6 മുതൽ നമ്മൾ വായിക്കുമ്പോൾ, അവൻ ദൈവരൂപത്തിലിരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചു കൊള്ളണമെന്ന് വിചാരിക്കാതെ ദാസരൂപമെടുത്ത് വേഷത്തിൽ മനുഷ്യനായി വിളങ്ങി തന്നെത്താൻ ഒഴിച്ച് ക്രൂശിലെ മരണത്തോളം തന്നെ അനുസരണമുള്ളവനായി തീർന്നു. അതുകൊണ്ട് ദൈവവും അവനെ ഏറ്റവും ഉയർത്തി സകല നാമത്തിനും മേലായ നാമം നൽകി സ്വർലോകരുടെയും ഭൂലോകരുടെയും അധോലോകരുടെയും മുഴങ്കാലുകളൊക്കെയും ആമേ പിതാവായ ദൈവത്തിൻ്റെ നാമത്തിൽ ആമേ മടങ്ങും. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന പ്രിയരെ, ഒരു കാര്യം പറയാ. ദൈവരൂപത്തിലിരുന്ന യേശു ക്രിസ്തു ദൈവത്തോടുള്ള സമത്വത്തെ മുറുകെ പിടിച്ചു കൊള്ളണം. ഇത് കൊള്ളാമല്ലോ, ഇവിടെ മതി, ഇത് തന്നെ നല്ലതെന്ന് പറഞ്ഞ് അങ്ങ് സ്വർഗത്തിൽ ഇരുന്നില്ല കേട്ടോ. ദാസരൂപമെടുത്ത് വേഷത്തിൽ മനുഷ്യനായി ഭൂമിയിലേക്ക് ഭൂമിയിലേക്ക് എന്നെയും നിങ്ങളെയും രക്ഷിക്കുവാൻ വേണ്ടി ഇന്നേക്ക് 2024 വർഷങ്ങൾക്ക് മുമ്പ് ഭൂലോകത്തിൻ്റെ മധ്യഭാഗമായ പാലസ്തീൻ്റെ പച്ചമണ്ണിൽ യേശു ക്രിസ്തു ആമേൻ ഒരു പാവപ്പെട്ട ഭവനത്തിൽ അവതരിക്കുവാൻ ഇടയായി തീർന്നു. യേശു ക്രിസ്തു എന്തിനു വേണ്ടിയാ ലോകത്തിൽ അവതരിച്ചത്? യേശു ക്രിസ്തു എന്തിനു വേണ്ടിയാ ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വന്നത്? എന്തിനെന്ന് ചോദിച്ചാൽ ദാസനായി നമുക്ക് ശുശ്രൂഷ ചെയ്യുവാൻ വേണ്ടിയാണ്. ഇവിടെ സകല നേതാക്കന്മാരും സകല ഗുരുക്കന്മാരും, ഒരിക്കൽ ശ്രീകുമാരൻ തമ്പി സാറ് പറഞ്ഞത് ഇങ്ങനെയാണ്: ഇവിടുത്തെ നേതാക്കന്മാരും ഇവിടുത്തെ ഗുരുക്കന്മാരുമെല്ലാം അണികളെ കൊണ്ട് കാല് കഴിപ്പിക്കുമായിരുന്നു, അണികളെ കൊണ്ട് കാല് പിടിപ്പിക്കുമായിരുന്നു, അണികളെ കൊണ്ട് കാല് കഴുകിക്കുമായിരുന്നു. എന്നാൽ ഇന്നേക്ക് 2024 വർഷങ്ങൾക്ക് മുമ്പ് ഭൂലോകത്തിൻ്റെ മധ്യഭാഗമായ പാലസ്തീൻ്റെ പച്ചമണ്ണിൽ മനുഷ്യനായി അവതരിച്ച ലോകത്തിൻ്റെ ലോക ഗുരുവായ യേശു ക്രിസ്തു അണികളെ കൊണ്ട് കാല് കഴിയിപ്പിച്ചില്ല, അണികളെ കൊണ്ട് കാല് പിടിപ്പിച്ചില്ല. അണികളുടെ കാല് കഴുകിയ ഒരു ഗുരുവുണ്ടെങ്കിൽ അത് ഞാൻ പ്രസംഗിക്കുന്ന യേശുവാണ്. അണികളുടെ കാല് കഴുകി അവരെ ആലിംഗനം ചെയ്ത് കൂടെ നിർത്തിയ ഒരു നേതാവുണ്ടെങ്കിൽ അത് ഞാൻ പ്രസംഗിക്കുന്ന യേശുവാണ്. പ്രതികൂലം വന്നപ്പോ ഓടാത്ത, പ്രശ്നം വന്നപ്പോ AC റൂമിൽ കയറാത്ത, പ്രതിസന്ധി വന്നപ്പോ ഒളിച്ചു നിൽക്കാത്ത ഒരു നേതാവുണ്ടെങ്കിൽ, നെഞ്ചത്ത് തട്ടി നിങ്ങൾ അന്വേഷിച്ചു
പരീക്ഷിക്കുന്നത് ആരെയാണെന്ന് ചോദിച്ചപ്പോ അത് നസ്രേന യേശു എന്ന് പറഞ്ഞപ്പോ അത് ഞാൻ തന്നെ എന്ന് പറഞ്ഞ് നെഞ്ചിത്തട്ടി മുന്നിൽ കയറി നിന്ന ഒരു നേതാവുണ്ടെങ്കിൽ അത് ഞാൻ പ്രസംഗിക്കുന്ന യേശു ക്രിസ്തുവാണ്. അത് ഞാൻ പ്രസംഗിക്കുന്ന യേശുവാണ്. യേശു ക്രിസ്തു ഒളിച്ചോടിയില്ല. യേശു ക്രിസ്തു ഒളിച്ചു നിന്നില്ല. ഏതു പ്രതികൂല സാഹചര്യത്തിലും ഏതു പ്രശ്നങ്ങളുടെ നടുവിലും യേശു ക്രിസ്തു നെഞ്ചു കാട്ടി ആമേൻ മുൻപിൽ നിന്നു. കേട്ടോ, ഇന്നത്തെ നേതാക്കന്മാരുടെ കാര്യം നമുക്ക് പിന്നെ പറയണ്ട. അവരങ്ങ് കൽപ്പിക്കും, എന്നിട്ട് ഏതെങ്കിലും രാജ്യത്തോട്ട് അങ്ങ് കയറിപ്പോകും. പക്ഷേ ഇവിടെ കിടന്ന അണികളാണ് വെട്ടും കുത്തും കൊണ്ട് അവർ തീരുന്നത്. തലയിൽ ആളുതാമസമില്ലാത്ത അണികളെ. എന്നാൽ യേശു കർത്താവ് ആമേൻ സ്തോത്രം ഹല്ലേലൂയ തൻ്റെ അണികളെ വിട്ടുകൊടുത്തില്ല. അവസാന ജീവൻ വരെയോ തൻ്റെ കൂടെ നിന്നവർക്ക് വേണ്ടി ചങ്കു കൊടുത്ത് നിന്ന ഒരു നേതാവുണ്ടെങ്കിൽ ആമേൻ അത് ആമേൻ സ്തോത്രം യേശു ക്രിസ്തുവാണ്. ഞാനൊരു പാർട്ടിയുടെയും ആമേൻ പ്രതിനിധിയല്ല, ഞാൻ യേശുവിൻ്റെ പ്രതിനിധിയാണ്. ഇന്ന് പകൽക്കാലം ഞാൻ പറയാ, ആ ക്രിസ്തു ഈ ഭൂമിയിൽ വന്നത് നമുക്കേവർക്കും വേണ്ടിയാ. ഒരു കാര്യം ഞാൻ വ്യക്തമായി പറഞ്ഞു, എൻ്റെ വാക്കുകൾക്ക് വിരാമമിടുവാൻ ആഗ്രഹിക്കുകയാണ്. യേശു ക്രിസ്തു ഈ ഭൂമിയിൽ വന്ന് നാടെങ്ങ് നന്മ ചെയ്തു. പാപികൾക്ക് പാപമോചനം കൊടുത്തു, രോഗികൾക്ക് രോഗസൗഖ്യം കൊടുത്തു, മരിച്ചവരെ ഉയർപ്പിച്ചു, നാടെങ്ങ് നന്മ ചെയ്തു. പക്ഷേ ലോകം യേശുവിന് കൊടുത്തത് പൂമാലയല്ല, പട്ടുമെത്തയല്ല, പ്രൊമോഷനല്ല. യേശു ക്രിസ്തുവിന് ലോകം കൊടുത്തത് എന്തെന്നറിയാമോ? മരിച്ചവരെ ഉയർപ്പിച്ചതിന്, കുഷ്ഠരോഗികളെ ശുദ്ധമാക്കിയതിന്, നാടെങ്ങും നന്മ ചെയ്തതിന്, രോഗികളെ സൗഖ്യമാക്കിയതിന്, 5 അപ്പം കൊണ്ട് 5000 പേരെ പോഷിപ്പിച്ചതിന്, കാനാവിലെ കല്യാണ വീട്ടിലെ അപമാനം മാറ്റിയതിന് യേശുവിന് കിട്ടിയത് പൂമാലയല്ല, യേശുവിന് കിട്ടിയത് നോട്ടുമാലയല്ല, യേശുവിന് കിട്ടിയത് വെള്ള സിംഹാസനമല്ല. യേശുവിന് ഇവിടെ ലോകം കൊടുത്തത് ക്രൂശായിരുന്നു. യേശുവിന് കൊടുത്തത് അപമാനമായിരുന്നു. യേശുവിന് കൊടുത്തത് കട്ടക്കവമായിരുന്നു. യേശുവിന് കൊടുത്തത് 1 കുറയ 40 അടികളായിരുന്നു. യേശുവിന് കൊടുത്തത് ക്രൂശു മരണമായിരുന്നു. യേശുവിനെ ക്രൂശിച്ച ലോകം നിന്നെ വെറുതെ വിടുവോ? യേശുവിനെ ക്രൂശിച്ച ലോകം നിന്നെ വിടുവോ? വിടത്തില്ല. നിന്നെ പുറകെ കിടന്ന് ക്രൂശിക്കും. കേട്ടോ, ഒരുപക്ഷെ നിന്റെ കുടുംബക്കാരായിരിക്കും, ഒരുപക്ഷെ നിന്റെ കൂടെ ആരാധിച്ചവരായിരിക്കും, ഒരുപക്ഷെ നിനക്ക് കൈത്താങ്ങൽ തന്നവരായിരിക്കും, ഒരുപക്ഷെ നിനക്ക് വേണ്ടി നിൽക്കുന്നവരായിരിക്കും, ഒരുപക്ഷെ നിനക്ക് വേണ്ടി വാദിച്ചവരായിരിക്കും. നിന്നെ വെറുതെ വിടത്തില്ല. കേട്ടോ, യേശുവിനെ ക്രൂശിച്ച ലോകമാണ്, യേശുവിനെ പുറത്താക്കിയ ലോകമാണ്, യേശുവിനെ അപമാനിച്ച ലോകമാണ്, യേശുവിന് മുൾക്കിരീടം ചൂടിയ ലോകമാണ്, യേശുവിന് 1 കുറേ 40 അടികൾ അടിച്ച ലോകമാണ്, യേശുവിനെ മുഖത്തെ രോമങ്ങൾ പിഴുതെടുത്ത ലോകമാണ്, യേശുവിനെ കട്ടക്കവം കാർക്കിച്ചു തുപ്പിയ ലോകമാണ്, യേശുവിനെ അപമാനിച്ച ലോകമാണ്, യേശുവിനെ മുൾക്കിരീടം അടിച്ചിറക്കിയ ലോകമാണ്, പുറമെല്ലാം ഉഴവുചോല് പോലെ അടിച്ച് കീറിയ ലോകമാണ്. ആ ലോകം നിന്നെ വെറുതെ വിടത്തില്ല. യേശുവിൻ്റെ അനുയായിയാണെങ്കിൽ, യേശുവിൻ്റെ പുറകെയാണ് നീ പോകുന്നതെങ്കിൽ, യേശുവിൻ്റെ മക്കളാണെങ്കിൽ, ഇന്ന് പകൽ ഞാൻ പറയോ, ആ ലോകം നിന്നെ വെറുതെ വിടത്തില്ല. അവസാനം വരെയോ സ്തോത്ര നിന്നെ ഉപദ്രവിച്ചു കൊണ്ടേയിരിക്കുക. നീ ഒരിടവും പോയി രക്ഷപ്പെടരുത്, നീ ഒരിടവും നന്നാകരുതെന്ന് പറഞ്ഞ് നിന്നെ തകർക്കാൻ നോക്കിക്കൊണ്ടേയിരിക്കും. പ്രൈസ് ദി ലോർഡ്. മറ്റാർക്കുമില്ലാത്ത പ്രതിസന്ധിയാണ് ഇന്ന് ദൈവമക്കൾ അനുഭവിക്കുന്നത്. മറ്റാർക്കുമില്ലാത്ത പീഡനമാണ് ഇന്ന് ദൈവമക്കളുടെ ജീവിതത്തിലുള്ളത്. ഒരു സംഘടനകൾക്കോ ഒരു വ്യക്തികൾക്കോ ഇല്ലാത്തതാണ് ഇന്ന് ദൈവമക്കളെന്ന് പറയുന്ന യേശുവിൻ്റെ അനുയായികൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത്. ഇതിനേക്കാളും മോശമായി ജീവിക്കുന്ന, ഇതിനേക്കാളും മോശമായി പ്രവർത്തിക്കുന്ന ഒത്തിരി പേരുണ്ട്, ഒത്തിരി ഉണ്ട്. അവർക്കാർക്കും ഒരു പ്രശ്നമില്ല. ആരെയും ഉപദ്രവിക്കാത്ത, രാജ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന, അധികാരികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന, ഒരു കരണത്തടിച്ചാൽ മറുകരണവും കാണിച്ചു കൊടുക്കുവാൻ മനസ്സുള്ള, മറ്റുള്ളവർക്ക് വേണ്ടി ജീവൻ ഒഴിഞ്ഞു വയ്ക്കുന്ന, തകർന്ന കുടുംബങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ദൈവമക്കളെ ഇന്ത്യ മഹാരാജ്യത്തിൽ ഉപദ്രവിക്കുമ്പോൾ ഒരു കാര്യം ഞാൻ പറയാ, യേശു ക്രിസ്തുവിനെ ക്രൂശിച്ച ലോകമാണ് അവൻ്റെ അനുയായികളെയും ക്രൂശിക്കാൻ നടക്കുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്നും ഞങ്ങൾ നമ്മുടെ രാജ്യത്തിൻ്റെ അധികാരികൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കും. നരേന്ദ്രമോദി സാറിന് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കും. കാരണം നമ്മുടെ പ്രധാനമന്ത്രിയാ.
നാളെ ഇനി വേറെ ആരെങ്കിലും വന്ന് അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കും. ഇപ്പോൾ നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി സാറാണ്, നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ സാറാണ്. ഇവർക്ക് വേണ്ടിയൊക്കെ ഞാൻ പ്രാർത്ഥിക്കും. ഓരോ MLA-മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കും. 545 ലോകസഭ അംഗങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. 246 രാജ്യസഭാ അംഗങ്ങൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കും. ഓരോ സംസ്ഥാനങ്ങളെ ഭരിക്കുന്ന മുഖ്യമന്ത്രിമാർക്ക് വേണ്ടി പ്രാർത്ഥിക്കും. ഓരോ സംസ്ഥാനങ്ങളെ MP-മാർക്ക് വേണ്ടി, MLA-മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കും. ഇങ്ങേയറ്റത്തെ ചെറിയ രാഷ്ട്രീയ നേതാക്കന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കും. നമ്മുടെ രാജ്യത്തിൻ്റെ ഭരണ അധികാരമുള്ള അധികാരികൾക്ക് എല്ലാവർക്കും വേണ്ടി ഞാൻ പ്രാർത്ഥിക്കും. ജഡ്ജിമാർക്ക് വേണ്ടി പ്രാർത്ഥിക്കും. പോലീസ് അധികാരികൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കും. അഡ്വക്കേറ്റുമാർക്ക് വേണ്ടി പ്രാർത്ഥിക്കും. ഏതൊക്കെ വിഭാഗത്തിൽപ്പെട്ട അധികാരം കൈകലാക്കുന്നുവോ, അധികാരം വെച്ച് ഉപയോഗിക്കുന്നവർക്ക് എല്ലാവർക്കും വേണ്ടി കൃപയാൽ എന്നും ഞാൻ പ്രാർത്ഥിക്കും. കേട്ടോ, അധികാരികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ച ഒരു പുസ്തകമുണ്ടെങ്കിൽ അത് വിശുദ്ധ ബൈബിളാണ്. അധികാരികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ, രാജ്യത്തിൻ്റെ നിയമങ്ങൾ അനുസരിച്ച് ജീവിക്കുവാൻ പഠിപ്പിക്കുന്ന ഒരു പുസ്തകമുണ്ടെങ്കിൽ അത് വിശുദ്ധ തിരുവെഴുത്താണ്, അത് ബൈബിളാണ്. രാജ്യത്തിൻ്റെ നിയമങ്ങൾ അനുസരിച്ച്, രാജ്യത്തിൻ്റെ അധികാരികളെ ഭയപ്പെട്ട് അവർക്ക് ബഹുമാനം കൊടുത്ത് രാജ്യത്തിൻ്റെ നിയമങ്ങളെ സമയം മാനിച്ച് ജീവിക്കണമെന്ന് പഠിപ്പിക്കുന്ന ഒരു പുസ്തകമാണ് ഞങ്ങളുടെ ബൈബിൾ എന്ന് പറയുന്നത്. മറ്റൊരു ഗ്രന്ഥങ്ങളിലും അങ്ങനെ പറഞ്ഞിട്ടില്ല. എന്നാൽ ഇന്ന് പകൽ ഞാൻ പറയാ, അങ്ങനെ രാജ്യത്തിൻ്റെ നിയമങ്ങൾ അനുസരിച്ച് ബസ്സിന് കല്ലേറിയാതെ, സമരങ്ങൾ നടത്താതെ, നാടിനും വീട്ടിനും രാജ്യത്തിനുമൊക്കെ സമാധാനം സൃഷ്ടിക്കുന്ന, സമാധാനം പഠിപ്പിക്കുന്ന, സമാധാനത്തിനു വേണ്ടി സമാധാനത്തോടെ ജീവിക്കുന്നവർക്ക് ഇന്ന് സമാധാനമില്ല. സത്യം പറഞ്ഞാൽ നമ്മുടെ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി നമ്മളെയൊക്കെ പ്രൊട്ടക്റ്റ് ചെയ്യേണ്ടവരാ. കാരണം കേസുകൾ കുറവ് പെന്തക്കോസ്തുകാരുടെ ഇടയില്ല, അല്ലേ? ആമേൻ, സ്തോത്രം, ഹല്ലേലൂയ. രാജ്യദ്രോഹ കുറ്റങ്ങൾ കുറവാ. പക്ഷെ ഇന്നവരെ രാജ്യദ്രോഹ കുറ്റം ചുമത്തുക എന്തിന്? യേശുവിനെ ആരാധിക്കുന്നത് കൊണ്ട്. എന്തിന്? അവർ ദൈവമക്കളായി തീർന്നത് കൊണ്ട്. എന്നാൽ ഇന്നു പകൽ പറയാ, അങ്ങനെ ഇങ്ങനെ തീരുന്നതൊന്നുമല്ല. ഈ കർത്താവിൻ്റെ സഭ ഇന്നു പകൽ എവിടെ പീഡിപ്പിക്കപ്പെടുന്നു അവിടെ വളരാൻ തുടങ്ങുന്നു. ഇന്ത്യ മഹാരാജ്യത്ത് ഒരു ദൈവ പ്രവൃത്തി വെളിപ്പെടാൻ സമയമായി. അതേ പ്രിയരെ, എനിക്ക് പരസ്യത്തിന് പ്രസംഗിക്കുമ്പം 2 സ്വോത്രം പറഞ്ഞാലൊന്നും ദൂത് വെളിപ്പെടത്തില്ല, 2 ചീത്ത വിളി കേൾക്കണം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. പരസ്യത്തിൽ പ്രസംഗിക്കുമ്പോൾ ആരെങ്കിലും വന്ന് 2 തെറി വിളിച്ചാൽ നല്ല ദൂതുകൾ നെല്ലിക്കച്ചാ കഴിച്ച് വിട്ടതുപോലെ ഇനി വരും. എനിക്ക് എങ്ങനെയാണ് പരസ്യത്തിനൊക്കെ ഇടത്തോട്ട് പോടാ, നിൻ്റെ വണ്ടി അടിച്ച് പൊട്ടിച്ച് കളയും, നിന്നെ ഇവിടെ കത്തിച്ച് കളയും എന്നൊക്കെ പറയുമ്പോഴാണ് എനിക്ക് പ്രസംഗത്തിന് എത്തി ആംബിയർ കൂടുന്നേ. ഹല്ലേലൂയ. അങ്ങനെയൊക്കെ ഉണ്ടായിട്ടുണ്ടെന്നേ. ഉടൻ വച്ച് കെട്ടി മതിയാക്കി ഇറങ്ങി പോകാനെന്നും സ്തോത്രം. ഈ ഇടയ്ക്ക് ഹല്ലേലൂയ ചില മാസങ്ങൾക്ക് മുമ്പ് ഇവിടെ അടുത്തൊരിടത്ത് ഞാൻ പ്രസംഗിച്ചുകൊണ്ടിരുന്നപ്പോൾ ഒരു പുള്ളി അവിടെ വന്നിരുന്ന് വീഡിയോ എടുത്ത്, എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റുന്നില്ല, എടുക്കട്ടെ ഞാൻ മിണ്ടായിരുന്നു. കുറേ കഴിഞ്ഞപ്പോൾ ആ വീഡിയോ ഒക്കെ ഓഫ് ചെയ്തിട്ട് ഫോണെടുത്ത് ചെവിയൊക്കെ എൻ്റെ നേരെ നിന്ന്. ഹല്ലേലൂയ. ഇത്രയും സൗണ്ടിൻ്റെ ഇടയിൽ എത്ര അങ്ങോട്ട് മാറി നിന്നൊക്കെ ഫോൺ ചെയ്തുകൂടെ? ഹല്ലേലൂയ. എന്നെ പേടിപ്പിക്കാൻ കാണിച്ച ആരെയൊക്കെ വിളിക്കുന്നു. ഞാൻ അങ്ങനെ പ്രസംഗിച്ചുകൊണ്ട് തന്നെ നിന്നു. അതിനും ഞാൻ മൈൻഡ് ചെയ്യാതിരുന്നപ്പോൾ എൻ്റെ നേർക്ക് നേരെ വന്ന് നിന്ന് അതിലും ഞാൻ മൈൻഡ് ചെയ്യാതെ പ്രസംഗിച്ചുകൊണ്ടിരുന്നപ്പോൾ എൻ്റെ മുഖത്ത് ചൂണ്ടി സംസാരിക്കാൻ തുടങ്ങി. ഹല്ലേലൂയ. ഞാൻ അതിന് മൈൻഡ് ചെയ്തില്ല. ഹല്ലേലൂയ. ഞാൻ പറയേണ്ട കാര്യമെല്ലാം പറഞ്ഞതിന് ശേഷം തന്നെയാണ് അവിടെ വെച്ച്. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ആൾ പോയി. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം അത് എല്ലായിടത്തും പറ്റത്തില്ല. ചിലയിടത്ത് നമ്മൾ കാലം തട്ടിയിട്ടങ്ങ് പൊക്കോണം. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ എല്ലായിടത്തും നമ്മൾ നിന്ന് പണി വാങ്ങിക്കാൻ നിൽക്കരുത്. പ്രൈസ് ദി ലോർഡ്. ഓരോ സാഹചര്യങ്ങൾ ഞാൻ പറയുന്നത് എന്താണെന്ന് എനിക്ക് നല്ല ബോധ്യമുണ്ട്. പ്രൈസ് ദി ലോർഡ്. നമ്മൾ അവരെയും ഇവരെയൊന്നും കുറ്റപ്പെടുത്തണ്ട, ആ ദൈവത്തെ ഈ ദൈവത്തെ ഒന്നും കുറ്റപ്പെടുത്തണ്ട. യേശു രക്ഷകനെ മാത്രം ഉയർത്തിയാൽ മതി. ഹല്ലേലൂയ. ഇന്നു പകൽ ഞാൻ ഇവിടെ പറയുന്നത് ഒരു മതത്തിൻ്റെ സന്ദേശകനായിട്ടല്ല, ഒരു മതത്തിൻ്റെ നേതാവായിട്ടല്ല. ഇന്ന് ഞാൻ പറയുന്നത് യേശുവിൻ്റെ സന്ദേശവാഹകനായി ഇന്ന് പകൽ പറയുകയാ. ലോകത്തിൽ ഒരു ഗുരു അവതരിച്ചിട്ടുണ്ടെങ്കിൽ അത് യേശുവാണ്. യേശു ക്രിസ്തു പറഞ്ഞു, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനും, ഞാൻ മുഖാന്തരമല്ലാതെ. ഹല്ലേലൂയ.
33.5 തിരുവയസ്സ് വരെ ഭൂമി ജീവിച്ചു. 3.5 വർഷം നാടങ്ങ് നന്മ ചെയ്തു. അവസാനം യേശു കർത്താവ് ഹല്ലേലൂയ കള്ളന്മാരുടെ കയ്യിൽ അകപ്പെട്ടല്ല, തിരുവഴുത്തിൻ പ്രകാരം ഏൽപ്പിക്കപ്പെട്ടു. തിരുവഴുത്തിൻ പ്രകാരം യേശു കർത്താവ് ജനിക്കുന്നതിനും വർഷങ്ങൾക്ക് മുമ്പ് യേശു എവിടെ ജനിക്കുമെന്നും, യേശു ക്രിസ്തു ജനിക്കുന്നതിനും വർഷങ്ങൾക്ക് മുമ്പ് യേശു ആരിലൂടെ ജനിക്കുമെന്നും, യേശു ക്രിസ്തു ജനിക്കുന്നതിനും വർഷങ്ങൾക്ക് മുമ്പ് എങ്ങനെ ജനിക്കുമെന്നും, എവിടെ ജനിക്കുമെന്നും, എവിടെ വളരുമെന്നും, എവിടെ ജീവിക്കുമെന്നും, എങ്ങനെ മരിക്കുമെന്നും, എങ്ങനെ അടക്കപ്പെടുമെന്നും ഒക്കെ, എങ്ങനെ ഉയർത്തെഴുന്നേക്കുമെന്നൊക്കെ യേശു ജനിക്കുന്നതിനും വർഷങ്ങൾക്ക് മുമ്പ് പ്രവാചകന്മാർ പ്രവചിച്ചൊരു പ്രവചന നിവൃത്തിയാണ് യേശു ക്രിസ്തുവിൻ്റെ ഈ ലോക വരവ്. ഹല്ലേലൂയ. യേശുക്രിസ്തുവിൻ്റെ ഈ ലോകത്തിൻ്റെ വരവെന്ന് പറയുന്നത് യാദർച്ഛികമായിട്ടല്ല. യേശുക്രിസ്തുവിൻ്റെ ഈ ലോകത്തിൻ്റെ വരവെന്ന് പറയുന്നത് ഇന്നേക്ക് 2024 വർഷങ്ങൾക്ക് മുമ്പ് യേശുക്രിസ്തു ഈ ലോകത്ത് വരുന്നതിനും വർഷങ്ങൾക്ക് മുമ്പ് പ്രവാചകന്മാർ പ്രവചിച്ചു. എങ്ങനെ യേശു എവിടെ ജനിക്കുമെന്ന് പ്രവചിച്ചു, യേശു ആരുടെ ജനിക്കുമെന്ന് പ്രവചിച്ചു, യേശുക്രിസ്തു എവിടെ ജനിക്കുമെന്ന് പ്രവചിച്ചു. യേശുക്രിസ്തുവിൻ്റെ ജനനം, ജീവിതം, മരണം, അടക്കം, പുനരുത്ഥാനോ പ്രവാചകന്മാർ പ്രവചിച്ച പ്രവചന നിവർത്തിയായിരുന്നു. ആ പ്രവചന നിവർത്തിയാണ് ഇന്നേക്ക് 2024 വർഷങ്ങൾക്ക് മുമ്പ് ഭൂലോകത്തിന്റെ മധ്യഭാഗമായ പാലസ്തീന്റെ പച്ചമണ്ണിൽ ഉണ്ടായത്. ഹല്ലേലൂയ. യേശുവിൻ്റെ മരണം പ്രവചിച്ചു. യേശു എങ്ങനെ മരിക്കും, യേശുവിൻ്റെ മരണത്തിൻ്റെ പ്രത്യേകതകൾ സമയമില്ലാഞ്ഞത് കൊണ്ട് ഞാൻ വാക്യങ്ങളെടുത്ത് വായിപ്പിച്ച് സമയം കളയുന്നില്ല. യേശുവിൻ്റെ മരണത്തെക്കുറിച്ചൊക്കെ പ്രവാചകന്മാർ പ്രവചിച്ചു. യെശയ്യാവ് 53 നമ്മൾ വായിക്കുമ്പോൾ യെശയ്യാ പ്രവാചകൻ പ്രവചിച്ചതുപോലെ ഒരു പ്രവാചകന്മാരും പ്രവചിച്ചില്ല. ഹല്ലേലൂയ. ഒറ്റ വാക്കിൽ പറഞ്ഞാൽ അവനെ തകർത്ത് കളയുവാൻ യഹോവയ്ക്ക് പ്രസാദം തോന്നി. നമ്മൾ വിചാരിക്കും ഇവർ പിടിച്ച് തല്ലിക്കൊന്ന് കെട്ടിത്തൂക്കിയത്. നല്ല കുഞ്ഞ്, യേശുവിന് ദേഹമേ ഈ ഭൂമിയിലേക്ക് യേശു കർത്താവ് വരുന്നത് തന്നെ സ്വർഗത്തിൻ്റെ ഇഷ്ടപ്രകാരമാണ്. ദൈവം ഏൽപ്പിച്ചു കൊടുക്കാതെ ആർക്കും യേശുവിൻ്റെ മേൽ ഒരധികാരവുമില്ല. അത് അധികാരികളുടെ മുഖത്ത് നോക്കി വിരൽ ചൂണ്ടിക്കൊണ്ട് യേശു പറഞ്ഞു, മുകളിൽ നിന്നൊരധികാരം കിട്ടാതെ എൻ്റെ മേൽ നിനക്ക് ഒരധികാരവുമില്ല. അന്നത്തെ ഭരണാധികാരിയുടെ മുഖത്ത് നോക്കിയാ പറഞ്ഞേ. ഹല്ലേലൂയ. പീലാത്തോസിന്റെ മുഖത്ത് നോക്കി പറഞ്ഞു, അന്നത്തെ ഭരണാധികാരിയാ, മുകളിൽ നിന്നൊരധികാരം കിട്ടാതെ എൻ്റെ ദേഹത്ത് തൊടാൻ പറ്റത്തില്ല, എൻ്റെ രോമത്തിൽ തൊടാൻ പറ്റത്തില്ലെന്ന് യേശു മുഖത്ത് നോക്കി പറഞ്ഞു. കേട്ടോ, ഇന്നോ പകൽക്കാലം കേൾക്കുന്ന ദൈവ പൈതലേ, സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞ നാഥൻ അധികാരിയുടെ മുമ്പിൽ ഒരു കുഞ്ഞാടിനെ പോലെ നിന്നു. സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും നൽകപ്പെട്ട അല്ലെങ്കിൽ ഉള്ള യേശു ക്രിസ്തു ഒരു ചോട്ട അധികാരിയുടെ മുമ്പിൽ ഒരു കുഞ്ഞാടിനെ പോലെ നിന്നു കൊടുത്തു. എന്തിനെന്നറിയാമോ? എൻ്റെയും നിങ്ങളുടെയും വീണ്ടെടുപ്പിന് വേണ്ടി, എന്നെയും നിങ്ങളെയും നിത്യതയിലെത്തിക്കുവാൻ വേണ്ടി, എന്നെയും നിങ്ങളെയും സ്വർഗത്തിലെത്തിക്കുവാൻ വേണ്ടി, നമുക്ക് വേണ്ടി മരിക്കുവാൻ വേണ്ടി. യേശു ക്രൂശിൽ മരിക്കാതിരുന്നെങ്കിൽ ഈ പ്രസംഗം വ്യർത്ഥമായേനെ. യേശു ക്രൂശിൽ മരിക്കാതിരുന്നെങ്കിൽ ഈ കൂടിവരവ് വ്യർത്ഥമായേനെ. യേശു ക്രൂശിൽ മരിച്ചതാണ് നമ്മുടെയൊക്കെ വിജയം എന്ന് പറയുന്നത്, നമ്മുടെയൊക്കെ രക്ഷ എന്ന് പറയുന്നത്. യേശു ക്രൂശിൽ മരിച്ചത് എന്തിനാ? എനിക്കും നിങ്ങൾക്കും വേണ്ടിയാണ്, എൻ്റെ നിങ്ങളുടെ പാപങ്ങൾക്ക് വേണ്ടിയാണ്. നമ്മളെല്ലാവരും പാപികളാണ് കേട്ടോ, അല്ലേ? ഇപ്പോഴും പാപികളല്ല, ഇപ്പം വിശുദ്ധന്മാരാണ്. ദൈവത്തിൻ്റെ ഭവനക്കാരാണ്, കർത്താവിൻ്റെ മക്കളാണ്. നമ്മളെല്ലാം പാപികളായിരുന്നു എന്ന് യേശുവിൻ്റെ രക്തത്തിൽ കഴുകപ്പെടുന്നതിന് മുമ്പ് ഞാൻ പാപം ചെയ്തിട്ടില്ലെന്ന് പറയുന്നെങ്കിൽ തന്നെത്താൻ വഞ്ചിക്കുന്നു എന്നാണ് ബൈബിൾ പറയുന്നത്. ഞാനും നിങ്ങളും പാപികളായിരുന്നു. ദാവീദ് പറയുന്നു, നീതിമാൻ ആരുമില്ല, ഒരുത്തൻ പോലുമില്ല, എല്ലാവരും പാപം ചെയ്ത് ദൈവ തേജസ് നഷ്ടപ്പെടുത്തി. അമ്മയുടെ ഗർഭത്തിൽ ഉദരത്തിൽ നിന്ന് വരുന്ന എല്ലാവരും പാപികളാണെന്ന്. പാപത്തിൽ എൻ്റെ അമ്മ ഗർഭം ധരിച്ചു എന്നാണ് ദാവീദ് പറയുന്നത്. അപ്പോൾ നമ്മളെല്ലാം പാപികളായിരുന്നു. പക്ഷേ കാൽവറിയിലെ പുണ്യാഗ രക്തം, ഇന്നേക്ക് 2025 വർഷങ്ങൾക്ക് മുമ്പ് ചിന്തപ്പെട്ട രക്തം നമ്മുടെ പാപങ്ങളെ കഴുകുവാൻ പര്യാപ്തമായി. അതേ പ്രിയരെ, ആ പാപങ്ങൾക്ക് വേണ്ടി യേശു മരിച്ചു. ആ രക്തം നമ്മളെ പരിശുദ്ധന്മാരാക്കി. ആ രക്തം നമ്മളെ
ശുദ്ധീകരിച്ചു. ഇന്ന് പകൽ ആ രക്തത്തിലാണ് നമ്മൾ ഇന്ന് പകൽ ആശ്രയിക്കുന്നത്. ഒരു നിമിഷം നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം. ആ കർത്താവിൽ നമുക്ക് ആശ്രയിക്കാം. ആ കർത്താവിന് വേണ്ടി നമ്മുടെ ജീവിതം കൊടുക്കാം. ഒരു നല്ല ജീവിതം നമുക്ക് സമർപ്പിക്കാം. ഒരു നല്ല ജീവിതത്തിന് വേണ്ടി നമ്മളെ ഏൽപ്പിക്കാം. ഇന്ന് പകൽക്കാല യേശു ക്രിസ്തു അനുഭവിക്കാൻ പോകുന്ന കഷ്ട അനുഭവങ്ങളെ ആത്മാവിൽ ദാവീദ് കണ്ടുകൊണ്ട് പറയുകയാ, ഹല്ലേലൂയ. ഇന്ന് പകൽക്കാല ഒന്നല്ല ഒരു കൂട്ടം ശക്തികൾ യേശുവിൻ്റെ നേർക്ക് വളഞ്ഞു. പക്ഷേ യേശു കർത്താവ് അവിടെ ഒന്നും പതറിപ്പോയില്ല. കാരണം ഇവർ വളഞ്ഞാലും എന്നെക്കുറിച്ചുള്ള സ്വർഗീയ പദ്ധതിയെ നടക്കത്തുള്ളൂ എന്ന് പറഞ്ഞ് യേശു കർത്താവ് അവിടെ എല്ലാം ശിരസ് കുനിച്ച് നിന്നുകൊടുത്തു. ഒരു തോറ്റവനെ പോലെയല്ല, ഒരു തോൽവി സമ്മതിച്ചുകൊണ്ടല്ല, ഒരു വിജയത്തിന് വേണ്ടി അല്പസമയം തല കുനിച്ചു കൊടുത്തതാണ്. ഒരു ഉയർപ്പിന് വേണ്ടി അല്പസമയം ആമേൻ വിട്ടുകൊടുത്തതാണ്. പകൽ അപമാനത്തിൻ്റെ നടുവിൽ ഹല്ലേലൂയ യേശു കർത്താവ് ഇന്ന് പകൽ ഒരു ഭക്തനായി ജീവിക്കാൻ താല്പര്യമുണ്ടോ? ഇന്ന് പകൽ യേശു കർത്താവ് ഒരു പള്ളി ഭക്തനായിട്ടല്ല, ഒരു കപടഭക്തിക്കാരനായിട്ടല്ല, ഇന്ന് പകൽ യേശുവിൻ്റെ ഭക്തനായിട്ട്. യേശു നിനക്ക് വേണ്ടി മരിച്ചു. സ്നേഹിത, നീ യേശുവിന് വേണ്ടി എന്ത് ചെയ്തു? യേശു ക്രിസ്തുവാണ് നിനക്ക് വേണ്ടി മരിച്ചത്. അപ്പൻ മരിക്കാത്തടുത്ത്, അമ്മ മരിക്കാത്തടുത്ത്, സഹോദരങ്ങൾ മരിക്കാത്തടുത്ത്, ആമേൻ, നമ്മുടെ ഭാര്യ മരിക്കാത്തടുത്ത്, ഭർത്താവ് മരിക്കാത്തടുത്ത്, മക്കൾ മരിക്കാത്തടുത്ത്, നമുക്ക് ചങ്ക് പറിച്ച് തരാമെന്ന് പറയുന്ന നമ്മുടെ ചങ്ക് ബ്രോകൾ നമുക്ക് വേണ്ടി മരിക്കാത്തടുത്ത്, ഒരു ബന്ധവുമില്ലാത്ത യേശു ക്രിസ്തു ഇന്നേക്ക് 2024 വർഷങ്ങൾക്ക് മുമ്പ് നമുക്ക് വേണ്ടി മരിച്ചു കേട്ടോ. ഇന്ന് പകൽ നിന്നെ സ്നേഹിക്കുന്നവരെല്ലാം മരണമെന്ന 3 അക്ഷരത്തിൻ്റെ മുമ്പിൽ നിന്നെ നിന്ന് മാറുമ്പോൾ, ഇന്ന് പകൽ മരണത്തിൻ്റെ അപ്പുറവും നിന്റെ കൂടെ നിൽക്കുന്ന ഒരു സ്നേഹമുണ്ടെങ്കിൽ അത് ലോകരക്ഷകനായ യേശുവിൻ്റെ സ്നേഹമാണ്. ഇന്ന് പകൽക്കാലം നമ്മുടെ പുണ്യപ്രവർത്തികൾ കൊണ്ടോ നല്ല ജീവിതം കൊണ്ടോ അല്ല യേശു സ്നേഹിച്ചത്. നമ്മൾ പാപികളായിരുന്നപ്പോൾ, ദോഷികളായിരുന്നപ്പോൾ, ദ്രോഹം ചെയ്തുകൊണ്ടിരുന്നപ്പോൾ തന്നെ യേശു ക്രിസ്തു നമ്മളെ സ്നേഹിക്കുവാനിടയായി. യേശു ക്രിസ്തു നമ്മളെ തേടി വരുവാനിടയായി. യേശു ക്രിസ്തു നമ്മുടെ അരികിലേക്ക് വരുവാനിടയായി. ഇന്ന് പകൽ ആ കർത്താവിന് വേണ്ടി നമ്മുടെ ഹൃദയം കൊടുക്കുമോ? ഒരു നിമിഷം നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. ഒരു നിമിഷം നമുക്ക് കർത്താവിൻ്റെ സന്നിധിയിൽ നമുക്ക് സമർപ്പിച്ചു കൊടുക്കാം. യേശുവേ, ഞാനൊരു പാപിയാണ്. എൻ്റെ പാപങ്ങൾക്ക് വേണ്ടി അങ്ങ് മരിച്ചു. അങ്ങേ ഞാൻ എൻ്റെ രക്ഷകനും ദൈവവും കർത്താവുമായി അംഗീകരിക്കുന്നു.